ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഏകദേശം ഒരു മാസത്തോളം തിരി തെളിയിച്ചിട്ട് അത് എടുക്കാതെ അങ്ങനെ എണ്ണമയത്തോടു കൂടെ ഇരുന്ന വിളക്കാണ് ഇത്. ഒരു തവണ ലിക്വിഡ് ഡിഷ് വാഷ് കൊണ്ട് കഴുകിയതാണ്. ഇത്രയും എണ്ണമയം പോയെങ്കിലും അതിൻ്റെ ആ കറുപ്പൊന്നും മാറാത്തതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ തക്കാളി യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് കണ്ടു. അപ്പോൾ അത് ഇങ്ങനെയാണ് കറക്റ്റാണോ എന്ന് നോക്കാം. ഇത് കേടായി തുടങ്ങിയ ഒരു തക്കാളിയാണ്. ഇതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്കിപ്പോൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുവാണ്. 2 സ്പൂൺ ബേക്കിംഗ് സോഡയുടെ കൂടെ 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും ഇത് പതഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വൃത്തിയാക്കാനുള്ള നിലവിളക്കിലും തട്ടത്തിലും ഒക്കെ പുരട്ടി അതിനെ കുറച്ച് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കണതാണ്. ചുടുകട്ടപ്പൊടി, നാരങ്ങാനീര് ഉപയോഗിച്ച് എങ്ങനെ നിലവിളക്ക് വെളുപ്പിക്കാം എന്നുള്ളൊരു ഷോർട്ട് വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു വൈറൽ ഹാക്ക് പരീക്ഷണമായിരുന്നു. ഇതും അങ്ങനെ തന്നെയാണ്, പരീക്ഷണാർത്ഥം തന്നെയാണ് ചെയ്ത് നോക്കുന്നത്. ഈ ലക്ഷ്മി വിളക്കും തട്ടവും കിണ്ടിയും തിരിവയ്ക്കുന്ന സ്റ്റാൻഡും ഇതെല്ലാം പുത്തനായിട്ട് കിട്ടുമോ എന്നറിയാനാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. തക്കാളി മിക്സ് പുരട്ടി ഒരു 20 മിനിറ്റ് വെക്കണമെന്നാണ്. ഞാൻ ഏകദേശം അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചകിരി കൊണ്ട് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കുവാണ്. തട്ടവും വിളക്കും എല്ലാം നന്നായിട്ട് തിളങ്ങുന്നുണ്ടെങ്കിലും അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ കറുത്ത സ്റ്റെയിൻ അത് ഇതിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് എന്ത് ചെയ്താലാണ് ആ ഒരു സ്റ്റെയിൻ പോകുക എന്നുള്ളതിനുള്ള യാതൊരു ഐഡിയയും ഇല്ല. നഖം കൊണ്ടൊക്കെ ഉരച്ച് നോക്കി, പക്ഷെ ആ കറുപ്പ് മാത്രം ഇളകി പോകുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ കുറച്ച് പൊടിയുപ്പും കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ബ്ലാക്ക് സ്റ്റെയിനിലേക്കൊന്ന് ഉരച്ച് നോക്കി, പക്ഷേ എന്നിട്ടും ഇളകി പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും കടുത്തതായിട്ടുള്ള ബ്ലാക്ക് സ്റ്റെയിൻ ഇല്ലാത്ത നിലവിളക്കുകളാണെങ്കിൽ ആ തക്കാളിയുടെ മിശ്രിതം തന്നെ ധാരാളമാണ്. ആ ബ്ലാക്ക് ഷെയ്ഡൊന്ന് മാറിയിട്ട് നല്ല പുതിയതുപോലെ കിട്ടിയിട്ടുണ്ട്. ആ ബ്ലാക്ക് സ്പോട്ട് ഒക്കെ അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്കും. പിന്നെ ഇതാണ് എൻ്റെ ഡിഫറൻസും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.